19കാരിയായ ഒരു മോള് തൻ്റെ ആൺ സുഹൃത്തിനൊപ്പം പുറത്തുപോയി അതീവ ദാരുണമായി കൊല ചെയ്യപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും ഇതിനോടകം അറിഞ്ഞു കാണും. 19 വയസ്സാണ് പ്രായം. രാത്രിയിലും മദ്യലഹരിയിലുമായിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പിള്ളേരാണ്. ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ആൺകുട്ടിക്ക് ജീവിതവും നഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയ പലപ്പോഴും ഇതൊക്കെ ആഘോഷിക്കാറുണ്ട്. കാര്യം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ വേദന മനസ്സിലാവത്തുള്ളൂ. ഏകദേശം അതേ പ്രായത്തിലുള്ള മക്കളുള്ള ഒരു രക്ഷകർത്താവെന്ന നിലയിലും അതേ പ്രായത്തിലുള്ള നിരവധി കുട്ടികളുമായി നിരന്തരം സംവേദിക്കുന്ന, അവരുടെ പാരൻസുമായി നിരന്തരം സംവേദിക്കുന്ന ഒരു ട്രെയിനർ എന്ന നിലയിലും എനിക്ക് ഉള്ള ചില കാഴ്ചപ്പാടുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഈ പുതിയ കാലത്തെ കുട്ടികളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. 4 തരത്തിലാണ് ഞാൻ അവരെ തിരിക്കുക. നമുക്കതിനെ 25 എന്ന് വയ്ക്കാം. ആദ്യത്തെ 25% കുട്ടികളുള്ള മാതാപിതാക്കളെ ഞാൻ വെരി ബ്ലെസ്ഡ് പാരൻസ് എന്നാണ് വിളിക്കുന്നത്. വളരെയധികം അനുഗ്രഹീതരായ പാരൻസ് അവർ. ഈ കുട്ടികളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ആഹാരം കൊടുത്താൽ മതിയാവും, കിടക്കാൻ സ്ഥലം കൊടുത്താൽ മതിയാവും, അവർ കൃത്യമായി പഠിച്ചോളും, സ്കൂളിൽ പൊക്കോളും, ഒരു പ്രശ്നമില്ലാതെ നല്ല മാർക്കൊക്കെ വാങ്ങി പഠിച്ച് മാതാപിതാക്കൾക്ക് അഭിമാനമായി വളരുകയും ചെയ്യും. അത് ബ്ലെസ്ഡ് ആയിട്ടുള്ള പാരൻസിന് അങ്ങനത്തെ പിള്ളേരാണ് ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പറയണത്. പിന്നെ അടുത്ത 25% വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ചൊന്ന് പുഷ് ചെയ്യേണ്ടി വരും, അപ്പോൾ അവരങ്ങ് ശരിയായിക്കൊള്ളും. ഇത്തിരി മടിയൊക്കെ കാണും, പക്ഷെ എന്നാലും ഒന്ന് വഴക്കൊക്കെ പറഞ്ഞ് വല്ലപ്പോഴും ഒന്ന് ചെറുതായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ശരിയാവും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ പിള്ളേരെ മാനേജ് ചെയ്യാൻ. ഇനിയുണ്ട് അടുത്തൊരു 25%. നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് പുഷ് ചെയ്യും. ഇത്തിരി ടഫാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഒരു ചാൻസ് കിട്ടിയാൽ ചാടിക്കളയും പുറത്തൊക്കെ. അപ്പം അത് ഇത്തിരി ബുദ്ധിമുട്ട് വേണം ആ കുട്ടികളെ വളർത്താൻ. അപ്പോൾ എപ്പോഴും ഫൈറ്റായിരിക്കും വീട്ടിനകത്ത് മാതാപിതാക്കളും മക്കളും തമ്മിൽ. പിന്നെ ബന്ധുമിത്രാദികളുടെ പരാതി കേൾക്കേണ്ടി വരും, നേരെ ബിഹേവ് ചെയ്യുന്നില്ല. കല്യാണത്തിനൊക്കെ പോകുമ്പം ചില കുട്ടികൾ ഹായ് അങ്കിൾ, ഹായ് ആൻറ്റി എന്നൊക്കെ വിളിച്ച് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യും. ഒരു പക്ഷേ നമ്മുടെ മക്കൾ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പഴി കേൾക്കുന്നത് മാതാപിതാക്കളാണ്. അത് മക്കളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തുമില്ല. ഇനിയുള്ള ഒരു 25% ഉണ്ട്. അത് ഒരു പക്ഷേ വിദ്യാർത്ഥികൾ, ആ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനേക്കാളും കൂടുതൽ മാതാപിതാക്കൾ സ്കൂളിൽ പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ വളരെ വലിയ പ്രോബ്ലമാറ്റിക് ചൈൽഡ് ആയിരിക്കും, കുട്ടികളായിരിക്കും. പാരൻസിൻ്റെ ജീവിതം വളരെ പെയിൻഫുള്ളായിരിക്കും, ടഫായിരിക്കും. ഞാനത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാര്യം അത് അനുഭവിക്കുന്ന പാരൻസിന് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഒരു പക്ഷേ നിയമം വരെ ഇടപെടേണ്ടി വരും, പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ആദ്യത്തെ പ്രശ്നമൊന്നും ഇല്ലാത്ത വീട്ടിലെ കുട്ടികൾ, അവിടുത്തെ പാരൻസാണ് പലപ്പോഴും ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുമ്പോൾ മറ്റുള്ള പാരൻസിനെ ഉപദേശിക്കാൻ പോകുന്നത്. കാര്യം അവർക്ക് അറിയത്തില്ലല്ലോ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അവരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞുണ്ടായാൽ മാത്രമേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല, വളരെ ടഫായിട്ടുള്ള, വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു പണിയാണെന്ന് അറിയണമെങ്കിൽ അവർക്കൊരു പണി കിട്ടണം. പക്ഷേ ഭാഗ്യവശാൽ അവരുടെ കുഞ്ഞൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പൊതുവെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ അങ്ങോട്ട് ഉപദേശിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ഞാൻ പറയാം. ഈ കുഞ്ഞിനോട് മാതാപിതാക്കൾ തീർച്ചയായും പറഞ്ഞാണ് പുറത്തു പോകരുതെന്ന്. പക്ഷേ ചില പിള്ളേരെന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് നിർബന്ധിച്ച് ഇരിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നമ്മളെങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അവരൊരു നമ്പറുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള അവരുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ സുഹൃത്തും കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. കള്ളം പറയാനൊക്കെ ഇന്നത്തെ പിള്ളേർ ഭയങ്കര മിടുക്കരാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും പുറത്ത് ചാടും. അപ്പോൾ ഒരു ദിവസമല്ലേ പൊക്കോട്ടെ എന്നൊരു പക്ഷേ മാതാപിതാക്കൾ വിചാരിക്കും. അവരറിയുന്നില്ലല്ലോ ഇത്രയും വലിയ അപകടത്തിലേക്കാണ് ആ കുഞ്ഞ് പോകുന്നതെന്ന്. അപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ അവരെ ഭാഗത്തും കൂടി നിന്ന് ചിന്തിക്കാനുള്ള ഒരു സാമൂഹിക മനസ്സാക്ഷി, എമ്പതി നമുക്കുണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പും സർക്കാരും ഒക്കെ ഉപകാരം ചെയ്തിട്ട് നമ്മുടെ എല്ലാ സ്കൂളിൻ്റെ വെളിയിലും കഴുകൻ കണ്ണുകളുമായി ധാരാളം കാലന്മാർ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് പറയും പോലെ ഭയം വേണ്ട ജാഗ്രത മതിയെന്നല്ല, ഭയവും വേണം ജാഗ്രതയും വേണം. അത്രത്തോളം മയക്കുമരുന്നുകളും കുട്ടികളെ വഴിതെറ്റിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ
നായ്ക്കുരുടെ നാവിൽ പുരട്ടിക്കൊടുത്തു, നാൽക്കവല വാഴാൻ ഒരുക്കി കൊടുത്തു എന്ന് കവി പാടുന്നത് പോലെ കംപ്ലീറ്റ് സാധനങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭയവും ജാഗ്രതയും വേണം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയുന്ന രീതി എമ്പതി ഇല്ലായ്മയാണ്. ആ വീട്ടിൻ്റെ അവസ്ഥയല്ല നമ്മുടെ വീട്ടിലെ അവസ്ഥ. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു അവസാനം പറഞ്ഞ 25%, ഈ 25% എന്നൊക്കെ പറയുന്ന ഒരു കറക്റ്റ് കണക്കൊന്നുമില്ല, ഒരു കാര്യം മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 25% ബ്ലസ്ഡ് പാരൻസ്, രണ്ടാമത്തേത് വലിയ പ്രശ്നമില്ലാത്തത്, മൂന്നാമത്തെ വിഭാഗം മുതൽ അത്യാവശ്യം നല്ല ടെൻഷനുള്ള പാരൻറ്റിങ്, അവസാനത്തെ കാറ്റഗറി എന്നൊക്കെ പറയുന്നത് അതീവ ടെൻഷനുള്ള പാരൻറ്റിങ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാനും കളിയാക്കാനും ഒക്കെ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഭയം വേണം, ജാഗ്രതയും വേണം. താങ്ക് യു.